ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഏത് രാഷ്ട്രീയ സുനാമിയിലും ഇടതുപക്ഷത്ത് മാത്രം അടിയുറച്ചു നിൽക്കുന്ന മണ്ണാണ് കണ്ണൂർ പയ്യന്നൂരിലേത്. ചെങ്കുടി മാത്രം ഉയരെ പറക്കുന്ന പാർട്ടി ഗ്രാമങ്ങളുള്ള നാട്. പാർട്ടിക്കായി ജീവൻ വെടിഞ്ഞ ധനരാജ് അടക്കമുള്ള രക്തസാക്ഷികളെ ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന നാട്. ആ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നേതാക്കൾ കൈയിട്ടുവാരിയെന്ന ഗുരുതര ആരോപണമാണ് അടിമുടി പാർട്ടിക്കാരനായ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. എന്നാൽ പാർട്ടി കോടതിയുടെ വിചാരണയിൽ ഫണ്ട് ചോർച്ച നടന്നിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. പരാതി പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ അങ്ങനെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ വർഗവഞ്ചകനായി. എതിരാളികളുടെ കയ്യിലെ കോടാലിയായി മാറിയെന്ന് പറഞ്ഞ് കുഞ്ഞികൃഷ്ണനുള്ള ശിക്ഷയും പാർട്ടി വിധിച്ചു. 5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവിനോട് കടക്കുപുറത്തെന്ന് പറഞ്ഞു പാർട്ടി. കലിയെന്നിട്ടും അടങ്ങിയില്ല. വീടിന് മുന്നിൽ പടക്കം പൊട്ടിക്കലും പ്രകടനവും. കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചയാളുടെ ബൈക്ക് കത്തിച്ചും പ്രതികാരം. വർഗവഞ്ചകന് മാപ്പില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുന്നത് ജയിലിൽ നിന്നും അച്ഛന്റെ ആരോഗ്യം പറഞ്ഞ് പരോൾ നേടിയെടുത്ത VK നിഷാദ് എന്ന പ്രതിയാണ് എന്നത് മറ്റു വിരോധാഭാസം. ഫണ്ട് മുക്കിയെന്ന കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ച VK മധുസൂദന് പാർട്ടി ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും സഭയിൽ കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ അടിയന്തര പ്രാധാന്യമില്ലെന്ന് കാട്ടി സ്പീക്കർ ആവശ്യം മുളയിലേ നുള്ളി. പാർട്ടിയുടെ പടപൊരുതുന്ന കുഞ്ഞികൃഷ്ണനെതിരെ ഇന്നോവ കാർ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഞ്ചിയം ഓർമ്മിപ്പിക്കുന്നു KK രമ MLA. 2 നാളുകൾക്കപ്പുറം കുഞ്ഞികൃഷ്ണനെതിരായി പുറത്തിറങ്ങുന്ന പുസ്തകം ഇതിനേക്കാൾ വലിയ ബോംബാകുമോ? കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയാൽ തീരുമോ എന്നതാണ് ചോദ്യം. CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, സജീവ് ജോസഫ് MLA കോൺഗ്രസ് പ്രതിനിധി, രാധാകൃഷ്ണൻ പട്ടാനൂർ മാധ്യമപ്രവർത്തകൻ, NV ബാലകൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ സജീവ് ജോസഫിലേക്കാണ്. ശ്രീ സജീവ് ജോസഫ്, ഇന്ന് സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനിരുന്നു. നിങ്ങൾ പക്ഷേ ഉന്നയിച്ചത് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ വിഷയത്തിനപ്പുറം ആ വിഷയത്തിൽ നിങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന് നേരെ നടന്ന CPMന്റെ ആക്രമണമല്ലേ? ഇന്ന് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷത്തിന് വേണ്ടി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള MLA എന്ന നിലയിൽ ഞാനാണ്. ഞങ്ങൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് അതിൽ കണ്ണൂരിലെ പയ്യന്നൂരിലെ വളരെയേറെ ഞെട്ടിക്കുന്ന ഫണ്ട് തിരിമറി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം അത് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ CPMന്റെ സമുന്നതനായ നേതാവായിരുന്ന കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലോടുകൂടി തന്നെ ഉയർന്നു വന്ന ഗുരുതരമായ പ്രശ്നം അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന MLAക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്, പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പയ്യന്നൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. ആ മാർച്ചിനെ വളരെ ക്രൂരമായി പൈശാചികമായി CPM ഗുണ്ടകൾ ആക്രമിച്ച് പരിക്കേൽക്കുന്നത് നമ്മൾ കണ്ടു. ആ ആക്രമിച്ച സംഭവം അത് വളരെ ഏറെ ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം, പ്രത്യേകിച്ചൊരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനെതിരെ നടന്ന ഒരു കടന്നാക്രമണത്തെ നിയമസഭയിൽ ആ വിഷയം കൊണ്ടുവരിക, അതിനാധാരമായ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുക, കേരള ജനതയുടെ ശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ യാതൊരു കാരണവുമില്ലാതെ, യാതൊരു നീതീകരണവുമില്ലാതെ ആ നോട്ടീസ് സ്വീകരിക്കാതെ അതിനുള്ള അവസരം നിഷേധിക്കുന്ന നടപടിയാണ്, ഏകപക്ഷീയമായ നടപടിയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചത്. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ സഭ ബഹിഷ്കരിച്ചു. അതിനുശേഷം ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. ഈ വിഷയങ്ങളൊക്കെ തന്നെ അവിടെ പറയുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങളത് പറയുകയുണ്ടായി. ഇതാണ് ഇന്ന് നടന്ന പ്രതിഷേധത്തിലെ നിയമസഭയിൽ നടന്ന സംഭവം. ഈ വിഷയം വളരെ ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. പറഞ്ഞോളൂ.
ഇവിടെ കേരളത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മുടെ നാടിന് തന്നെ ലജ്ജാകരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് 3-4 ആരോപണങ്ങൾ ഇവിടെ വന്നെങ്കിലും രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന, അതിൽ ക്രമക്കേട് കാട്ടുന്ന, അത് പൂർണ്ണമായും രക്തസാക്ഷി ഫണ്ട് അത് മോഷ്ടിക്കുന്ന ഒരു നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി ചെയ്യുന്നത് കേരളത്തിന്, പൊതുസമൂഹത്തിന് തന്നെ നാണക്കേടായിരിക്കുകയാണ്. കാരണം ഇത് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് മാത്രം പിരിച്ച ഒരു തുകയല്ല, പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഒരു തുകയാണ്. അത്തരത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇവിടെ പിരിച്ചെടുത്ത്, ആ പിരിച്ചെടുത്ത തുക പലതും വകമാറ്റി എന്ന് പറയുന്നു, പലതും കണക്കിൽ കാണുന്നില്ല, അത് സംബന്ധിച്ച് വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് മാറിയെന്ന് പറയുന്നു. പാർട്ടി കമ്മിറ്റിയുടെ പേരിലല്ല, നേതാക്കന്മാരുടെ പേരിലേക്ക് ആ ഫണ്ടുകൾ മാറുന്നത്, ദുരുപയോഗം ചെയ്യുന്നത്, അത് സംബന്ധിച്ച് ആക്ഷേപമുണ്ടായത് CPM-ൽ നിന്ന് തന്നെയാണ്. ഇത് കോൺഗ്രസ് നേതാക്കന്മാരോ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരോ ഉന്നയിച്ച കാര്യമല്ല. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് പയ്യന്നൂരിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഉന്നതനായ CPM നേതാവ് തന്നെ അദ്ദേഹത്തിന് വ്യവസ്ഥാപിതമായ പാർട്ടിയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞു, CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ ഇത്തരം ക്രമക്കേടിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹം പ്രവർത്തന രംഗത്ത് നിന്ന് അല്പം മാറി നിന്നു. പിന്നീട് അത് അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാകാം അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോഴും അദ്ദേഹം പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ അനഭിലഷണമായിട്ടുള്ള വളരെയേറെ പാർട്ടിക്ക് ദോഷകരമായ വിഷയം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ CPM-ൻ്റെ ഉന്നതനായ ഒരു നേതാവാണ്, വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ്, 50 വർഷക്കാലത്തോളം ആ പാർട്ടിയെ നയിച്ച ഒരു നേതാവാണ്. ഏരിയ കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെതിരെ നടപടി ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഭൂരിപക്ഷം ആളുകളും 90% അതിനകത്തെ കമ്മിറ്റി അംഗങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും പരിഗണിക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയത്. അപ്പോൾ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടും അതിൽ നടപടിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയെ ശുദ്ധീകരിക്കാനുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി, താൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് പരസ്യമായി പറയാൻ അദ്ദേഹം നിർബന്ധിതനായത്. ശരിയാണ്. അത്തരം ഒരു വിഷയം പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് ഏറ്റെടുക്കുകയും ആ പ്രശ്നം സമൂഹത്തെ കൂടി ബാധിക്കുന്നതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ പയ്യന്നൂരിലെ ക്രമസമാധാന ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, പയ്യന്നൂരിൻ്റെ സമാധാനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി അത് വളരുകയാണ്. അപ്പോൾ അത്തരം ഒരു വിഷയത്തിൽ പ്രതിപക്ഷം കൃത്യമായി ഇടപെടേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടത്. ഇക്കാര്യത്തിൽ CPM-ൻ്റെ നിലപാട്, അതിശക്തമായ പ്രതിഷേധം കേരള പൊതുസമൂഹത്തിലുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല, പൊതുവികാരം ഈ പാർട്ടിയുടെ ഈ ദുഷിച്ച നടപടികൾക്കെതിരെ ശക്തമാണ് എന്നതാണ് ഏറ്റവും പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി, ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, ഈ 2 ദിവസങ്ങൾ അങ്ങേക്കെതിരെ പാർട്ടി നടപടി ഉണ്ടായ ശേഷമുള്ള മണിക്കൂറുകൾ, ഈ ദിവസങ്ങൾ അങ്ങ് അനുഭവിച്ചത് എന്താണ്? അങ്ങയുടെ വീടിന് മുന്നിലേക്ക് ഒരു പ്രകടനം നടന്നു, അവിടെ പടക്കം പൊട്ടിച്ചു. ആ സമയത്ത് താങ്കൾ വീട്ടിലില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം താങ്കളെ അനുകൂലിച്ച് പ്രതികരിച്ച, അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരു പ്രവർത്തകന്റെ വാഹനമാണെന്ന് തോന്നുന്നു കത്തിച്ചിരിക്കുന്നു. അതിന്മേൽ പോലീസ് പരാതി നൽകിയോ, അതിന്മേൽ എന്താണ് ഉണ്ടായത് എന്ന് അങ്ങേക്കും അറിയാമായിരിക്കുമല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി വേറെ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഈ ദിവസങ്ങളിലെ അനുഭവം ശ്രീ കുഞ്ഞികൃഷ്ണൻ? കാരണം ഇവിടെ KK രമ അടക്കം പ്രതികരിച്ചുകൊണ്ട് പറയുകയാണ്, ഒഞ്ചിയം മോഡലാണ് സംഭവിക്കുന്നതെന്ന ആശങ്കയുണ്ട്, താങ്കൾക്ക് നേരെ ഒരു ഇന്നോവ വരാതിരിക്കട്ടെ എന്നാണ് രമ പറഞ്ഞത്. അപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ അങ്ങ് കാണുകയും ചെയ്തല്ലോ, എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അല്ല, ഇത് എനിക്കെതിരെ നടപടിയെടുത്തതിന് ശേഷം മാത്രം ഉണ്ടായ കാര്യങ്ങളല്ല. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി നടപടി സംബന്ധിച്ച് വിശദീകരിക്കാൻ പത്രസമ്മേളനം നടക്കുന്നത് ഉച്ചക്ക് 3:30 മണിക്കാണ്. പക്ഷേ പാർട്ടി നിലപാടിന് അനുകൂലമായി
എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പ്രകടനം നടക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ആ പ്രകടനത്തിലാണ് വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ പടക്കം പൊട്ടിക്കുന്ന ഒരു നിലയുണ്ടായത്. എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഞാൻ ഒരിക്കലും അടച്ചിടാറില്ല. രാത്രിയായാലും പകലായാലും ഞാൻ ആ ഗേറ്റ് അടച്ചിടാറില്ല. അപ്പോൾ ആ ഗേറ്റിലൂടെ അകത്ത് കടക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അതിന് ശ്രമിച്ചിട്ടുണ്ട്. ചിലർ അത് വിലക്കിയത് കൊണ്ടാണ്, തടഞ്ഞത് കൊണ്ടാണ് ഉള്ളിലേക്ക് കടക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് എൻ്റെ 3 പേരക്കുട്ടികൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. എൻ്റെ ഭാര്യയും മകളും പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോയതായിരുന്നു. ആ സമയത്താണ് ഇത് നടക്കുന്നത്. ഏതാനും ചുരുക്കം ആളുകൾ മാത്രമേ, ഒരു 10-12 ആളുകൾ മാത്രമേ ആ പ്രകടനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പ്രകടനം നടത്തുക എന്നതല്ല, പ്രകടനത്തിൻ്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശമെന്നത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ പ്രകടനത്തിൽ ഈ പ്രദേശത്തുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ദൂരപ്രദേശത്ത് നിന്ന് ഉള്ളവരാണ് ആ പ്രകടനത്തിലുണ്ടായത് എന്നും പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് KK രാഗേഷിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രതികരണം അറിയാൻ ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഒരു മാധ്യമ പടയെ കണ്ട് ഈ റോഡിലൂടെ പോകുന്ന പലരും നോക്കി നിൽക്കുകയുണ്ടായി. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ആ കൂടി നിന്ന സഖാക്കൾ ഒരു പ്രകടനം നടത്തുകയായിരുന്നു. ഒരാൾ മുൻകൂട്ടി ഒരാളോടും പറഞ്ഞ് സംഘടിപ്പിച്ചതല്ല. സ്വമേധയാ ഇവിടെ വീട്ടിന് മുമ്പിൽ എത്തിച്ചേർന്ന ആളുകൾ ഈ മാധ്യമ വാർത്താ സമ്മേളനം അവസാനിച്ചതിന് ശേഷം പ്രകടനം നടത്തുകയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ ആ പ്രകടനത്തിൽ വലിയ നിലയിൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ പാർട്ടിക്കകത്ത് ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുക എന്നതാണ് പാർട്ടി മെമ്പർമാരുടെ ചുമതല. ആ ചുമതല നിർവഹിക്കുക മാത്രമാണ് ഞാൻ തുടക്കം മുതൽ ചെയ്തത്. കഴിഞ്ഞ 4-5 വർഷക്കാലമായി പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല എന്ന ഘട്ടത്തിലാണ് ഇത് ജനങ്ങളോട് തുറന്നു പറയാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവിടെയാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ പാർട്ടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഒരു തവണ മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ KK രാഗേഷ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ സമയം തെരഞ്ഞെടുത്തതിൽ ദുരുദ്ദേശമുണ്ട്. തിരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള ലക്ഷ്യമാണോ അങ്ങേക്കുള്ളത് എന്നാണ് പാർട്ടി സംശയിക്കുന്നത്. മാത്രമല്ല, അങ്ങ് ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അങ്ങ് ഏരിയ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അങ്ങ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ 8 മാസത്തോളം പാർട്ടിയിൽ നിന്നും അകന്നു നിന്നു. ഈ വിഷയം അവതരിപ്പിച്ച് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അങ്ങ് മാറി നിന്നു. പിന്നീട് അങ്ങ് വീണ്ടും സജീവമാകുന്ന അങ്ങേ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തുകൊണ്ടാണല്ലോ. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര തവണ ഇതിനകം പാർട്ടിയിൽ ഈ വിഷയം ഉന്നയിച്ചു? പാർട്ടിയിൽ ഉന്നയിക്കുക എന്ന് വെച്ചാൽ ഏതെങ്കിലും നേതാക്കളോട് സ്വകാര്യ സംഭാഷണമല്ല, പാർട്ടി വേദികളിൽ, പാർട്ടി യോഗങ്ങളിൽ എത്ര തവണ അങ്ങ് ഇത് ഉന്നയിച്ചിട്ടുണ്ട്? അങ്ങേക്ക് ഒരു കണക്ക് കൃത്യമായ ഓർമ്മയുണ്ടോ? ഈ സന്ദർഭം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്
അതിന് ഉത്തരവാദി ഞാനേ അല്ല. ഞാൻ പാർട്ടിക്കുള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏതാണ്ട് 5 വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം കാണാൻ പാർട്ടി നേതൃത്വം സന്നദ്ധമാകാതിരുന്നപ്പോൾ ഇപ്പോഴല്ലാതെ ഇനിയൊരു സന്ദർഭത്തിൽ ഈ കാര്യം പറയാൻ കഴിയില്ല. കാരണം 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്ന പ്രശ്നമാണ്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് 2026 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല എന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് ജനങ്ങൾ അറിയണം എന്ന നിലപാട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പാർട്ടിക്കകത്ത് നിരവധി തവണ ഈ വിഷയങ്ങൾ ഞാൻ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇതൊരടഞ്ഞ അധ്യായമാണ്, ഇത് പുനഃപരിശോധിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് പിന്നീട് ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്ന് മാത്രമല്ല, പരാതി ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ എന്നെ നടപടിക്ക് വിധേയമാക്കുന്ന നിലയിലുള്ള സമീപനം പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഏതാണ്ട് 6 മാസം മുമ്പാണ് പാർട്ടിയിൽ ശാസിക്കുന്ന ഒരച്ചടക്ക നടപടി എനിക്കെതിരെ ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ വിഷയം പാർട്ടിക്കകത്തുന്നയിച്ച് പ്രയോജനമില്ല, ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് പ്രതികാര നടപടിയുമായിട്ടാണ് പാർട്ടി ജില്ലാ നേതൃത്വം മുന്നോട്ട് പോയത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുറന്ന് പറയാൻ സന്നദ്ധമായിട്ടുള്ളത്. ശരി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പുസ്തകം എഴുതി ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഞാൻ ചിന്തിച്ചത്. ഈ നടപടിക്ക് വിധേയമായതിനെ തുടർന്ന് ആ പുസ്തക രചനയിൽ ഏർപ്പെടുകയായിരുന്നു. ഇപ്പോൾ ആ പുസ്തകം ഏതാണ്ട് അച്ചടി പൂർത്തിയായ ഘട്ടത്തിലാണ്. അപ്പോൾ ആ പുസ്തകം പുറത്തു വരുന്ന സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുക എന്നതുകൂടി മനസ്സിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറയാൻ തയ്യാറായിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ ആ പുസ്തകവും പുറത്തു വരും, ജനങ്ങൾക്ക് വായിക്കാൻ സാധിക്കും എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, അങ്ങ് നേരത്തെ ഈ ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ടും ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. 1 ലക്ഷവും 1.5 ലക്ഷവും അതിനുമേലും ഒരാളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള പിരിവാണ്. പണ്ടൊക്കെ ബക്കറ്റ് പിരിവായിരുന്നല്ലോ, സാധാരണ സഖാക്കൾ പാർട്ടി അണികൾ നൽകുന്ന ചെറിയ ചെറിയ തുകകൾ. അതല്ലാതെ വലിയ തുക തന്നെ കൊടുക്കുന്നു. 24 ലക്ഷം എങ്ങനെ 23 ലക്ഷമാണ് ഞാൻ മനസ്സിലാക്കുന്നു. അത് 20 പേരിൽ നിന്നായി അത്രയും വലിയ തുക കിട്ടുന്നു എന്നുള്ളത്. അതിൽ ഒരു വിവാദ റിയൽ എസ്റ്റേറ്റുകാരനെ കുറിച്ചും അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് ആരാണ്? ഈ കടല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരാളാണോ അതോ 2 പേരാണോ? അല്ല, ഞാനിതുവരെ ഒരാളുടെയും പേര് പരാമർശിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് അവർ സഹോദരന്മാരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലയിൽ 1 ലക്ഷവും അതിൽ കൂടുതലും അതിൽ കുറവായും ഒക്കെ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. സാധാരണ പാർട്ടി ഒരു കമ്മിറ്റിക്ക് പരമാവധി ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കുന്ന ഫണ്ടിനെ കുറിച്ചൊക്കെ നേരത്തെ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് കീഴ്ഘടകം വരെ അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഫണ്ട് പിരിവ് നടക്കുന്നത്. അത് മാത്രമല്ല ഇതിലുള്ള വിഷയം. ഇതിലുള്ള വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി പോയി ഫണ്ട് പിരിക്കുന്ന സമീപനമാണ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചു വന്നിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി ഒറ്റക്ക് ഫണ്ട് പിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്.
ഒറ്റയ്ക്ക് ഫണ്ട് പിരിച്ചാലുണ്ടാകുന്ന ദോഷം ആ ഫണ്ടിൽ എത്ര വേണമെങ്കിലും അപഹരിക്കാം എന്നതാണ്. ഇപ്പോൾ ഒരാളടുത്ത് പിരിവിന് പോയി, അയാൾ 1,00,000 രൂപ നൽകാൻ തയ്യാറായി. 1,00,000 രൂപക്ക് അയാൾക്ക് റെസീറ്റ് കൊടുത്തു. അതിൻ്റെ കൗണ്ടർ ഫോയിലിൽ ചിലപ്പോൾ 25,000 ആണോ 50,000 ആണോ രേഖപ്പെടുത്തിയത് എന്ന് മറ്റാരും അറിയുന്നില്ല. അയാൾ സംഭാവന തന്നത് 25,000 ആണ് എന്ന് ഇയാൾ കണക്കവതരിപ്പിച്ചാൽ, കൗണ്ടർ ഫോയിലിൽ 25,000 എഴുതി ആ 25,000 ആണ് ലഭിച്ചത് എന്ന് കണക്കവതരിപ്പിച്ചാൽ അത് ശരിയല്ല എന്ന് മറ്റൊരാൾക്കും പറയാൻ സാധിക്കില്ല. കാരണം അയാൾ എത്ര കൊടുത്തു എന്ന് മറ്റാരും അറിയുന്നില്ല. 2-3 ആളുകൾ കൂട്ടായി ഫണ്ട് പിരിക്കാൻ പോയാൽ അയാൾ എത്ര കാശ് സംഭാവന തന്നിട്ടുണ്ട് എന്ന് മറ്റുള്ളവരും അറിയും. അയാൾ തന്ന സംഖ്യ തന്നെയാണോ കണക്കിൽ ഉൾപ്പെട്ടത് എന്ന് അവർക്ക് ഈ കൂടെ പോയ ആളുകൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ശരിയാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഞാൻ അത് ആ ഒരു രീതി നടത്താൻ സാധിക്കുന്ന ഒരു നിലയാണ്. ശരി, അങ്ങ് എനിക്ക് കുറച്ചുകൂടി വ്യക്തത അറിയേണ്ടത്. അങ്ങ് പറയുന്നു ഏതെങ്കിലും ആളുകളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങ് അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്ന്. പക്ഷേ അങ്ങേക്ക് അറിയാവുന്ന ഈ കടല എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സഹോദരങ്ങൾ, അവർക്ക് എന്താണ് ജോലി? കാരണം 2022 പാർട്ടിയുടെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ജാഗ്രത പാലിക്കണം. അന്വേഷണ കമ്മീഷൻ നിർദ്ദേശിച്ച കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഈ തരത്തിൽ ഉള്ള ആളുകളുമായിട്ടുള്ള ബന്ധം പാടില്ല എന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളുമായുള്ള ബന്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കീഴ്ഘടകങ്ങൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ കുറച്ചുകൂടി വ്യക്തത ഞാൻ ചോദിക്കുന്നത്. ആരാണ് ഈ ഇരട്ട പേരിൽ അറിയപ്പെടുന്ന സഹോദരങ്ങൾ? അവരുടെ ബിസിനസ് എന്താണ്? ഇവർക്ക് പാർട്ടിയുമായി അല്ലെങ്കിൽ പാർട്ടിയിലെ ചില നേതാക്കളുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് അങ്ങയുടെ മനസ്സിലാക്കൽ? 2022 ഈ കണക്ക് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി കീഴെ വിശദീകരിക്കാൻ തയ്യാറാക്കിയ ഒരു രേഖയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ജാഗ്രതയോടുകൂടി പാർട്ടി കാണേണ്ടതാണ്, അല്ലെങ്കിൽ ഇയാളെ ഒറ്റപ്പെടുത്തേണ്ടതാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് ജില്ലാ കമ്മിറ്റിയുടെ കുറിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അയാളൊരു പുത്തൻ പണക്കാരനാണ്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരമാണ് പ്രധാനമായും അയാളുടെ പ്രവർത്തനം. ഇന്ത്യക്ക് വെളിയിൽ ഉൾപ്പെടെ അയാൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പയ്യന്നൂരിൽ വൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ സ്വത്തുകൾ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകകൾ ഉള്ള ഒരാളാണ്. അയാളെ ഈ 2021 തെരഞ്ഞെടുപ്പിൽ ഫണ്ട് പിരിവിന് വേണ്ടി ഉപയോഗിച്ചു എന്ന ഒരു മർമറിംഗ് ക്യാമ്പയിൻ പയ്യന്നൂരിൽ നടന്നിരുന്നു. അത് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ഫണ്ട് നൽകിയ ഒരാൾ പാർട്ടിയോട് പറഞ്ഞത് എന്നെ ഫണ്ടിന് സമീപിച്ചത് ഇയാളാണ്, എന്നോട് ഫണ്ട് വാങ്ങിയത് ഇയാളാണ് എന്ന് പാർട്ടിയോട് സമ്മതിച്ചിട്ടുണ്ട്. വളരെ വിചിത്രമായ ഒരു കാര്യം, ആ ഫണ്ട് പോളിങ്ങിന് മുമ്പ് തന്നെ അയാൾ നൽകിയിരുന്നു. പക്ഷേ 2021 ജൂലൈ മാസം സെൻറ്ററിൽ അവതരിപ്പിച്ച കണക്കിൽ ആ പണം കിട്ടാനുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയത്, കിട്ടിയില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. പോളിങ്ങിന് മുമ്പ് തന്നെ ആർക്ക് കൊടുത്തു ഫണ്ട്? ഈ ഭൂമാഫിയ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പയ്യന്നൂരിലെ പുത്തൻ പണക്കാരൻ, പയ്യന്നൂരിലെ ഭൂമാഫിയ, അല്ല ഞാൻ പറയാം അയാളുടെ പേര് പാർട്ടി ജില്ലാ കമ്മിറ്റി തന്നെ. അയാളാണോ പിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട്? അയാൾ പിരിച്ചു എന്നതാണോ? അല്ല, അത് പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പാർട്ടിക്കുള്ളിൽ ഇതുവരെ നടക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു എന്നതാണ് വിഷയം. എന്നിട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല,
എങ്കിലും പാർട്ടി ഇയാളുമായി ബന്ധപ്പെടുമ്പോൾ ജാഗ്രത പുലർത്തണം എന്നതാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. ശരി, ഇവരാരുടെങ്കിലും ബിനാമികളാണെന്ന സംശയമുണ്ടോ അങ്ങേക്ക്? അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ആരുടെയെങ്കിലും അങ്ങനെ ബിനാമികളാണെന്ന പലതും പറഞ്ഞു സംശയമുണ്ടോ? കേൾക്കുന്നുണ്ട്. അങ്ങനെ പലരും പറയുന്നുണ്ട്. എനക്കതിൻ്റെ തെളിവുകളൊന്നുമില്ല. ഇതിൽപ്പെട്ട ചിലർക്ക് ബാംഗ്ലൂരിൽ ബിനാമി ബിസിനസ് ഉണ്ട്, നാട്ടിൽ തന്നെ ബിനാമി ബിസിനസ്സുകളുണ്ട് എന്ന നിലയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനക്കത് സംബന്ധിച്ച് തെളിവുകളൊന്നുമില്ല. തെളിവില്ലാതെ അത്തരം കാര്യം പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആളുടെ പേര്, ആർക്കൊക്കെ ബിനാമി ഇടപാടുണ്ട് എന്ന് പേര് വെച്ചുകൊണ്ട് പറയാൻ ഞാൻ സന്നദ്ധമാകാതിരിക്കുന്നത് ഇതിന് എന്റെ മുമ്പിൽ തെളിവില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പയ്യന്നൂരിൽ സംസാര വിഷയമാണ്. ശരി, പയ്യന്നൂരിലെ സംസാര വിഷയം എന്നുള്ളതല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം, കീഴ്ഘടകങ്ങളിലേക്ക് നൽകിയ റിപ്പോർട്ടിന്റെ വിവരം ഇപ്പോൾ പുറത്തേക്ക് വന്നല്ലോ, അതിൽ ഈ പരാമർശമുണ്ട് എന്നുള്ളതാണ്. ശ്രീ രാധാകൃഷ്ണൻ പട്ടാനൂർ, ഇപ്പോൾ ഇന്നലെ കെ രാഗേഷ് പാർട്ടിയുടേതായ ചില വിസ്തീർണം നൽകി. പക്ഷേ എന്താണോ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത് അതിനുള്ള മറുപടി ആയോ? ഇനി അഥവാ മറുപടി ആയിട്ടില്ല എങ്കിൽ ആ മറുപടി കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്നില്ല എന്നതാണോ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വെറും ഒരു പാർട്ടിക്കാര്യം പാർട്ടിക്കകത്ത് മാത്രം ചർച്ച ചെയ്യേണ്ടത്, പുറത്താരും അറിയേണ്ടതില്ല എന്ന നിലയ്ക്ക് കാണേണ്ട വിഷയമാണ്. ഇന്നലെ കെ രാഗേഷ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനം നടത്തി. കാരണം ഒരു ജില്ലാ സെക്രട്ടറി ഇത്രയും ദൈർഘ്യമുള്ളൊരു പത്രസമ്മേളനം നടത്തുന്നത് സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ആരോപണങ്ങൾക്കെല്ലാം അക്കമിട്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് സ്മൃതിക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. ചില ആൾക്ക് ഒരിക്കലും ബോധ്യപ്പെടില്ല. കാരണം ബോധ്യപ്പെടാൻ പാടില്ല. കാരണം എല്ലാവർക്കും ബോധ്യപ്പെട്ടാൽ പിന്നെ ഇത്തരം ഈ ആരോപണങ്ങൾ നിങ്ങൾക്ക് സജീവമായി നിലനിർത്താൻ സാധിക്കില്ലല്ലോ. അത് ഞാൻ ആദ്യം എൻ്റെ പ്രിയ സുഹൃത്ത് സജീവ് ജോസഫ് പറഞ്ഞുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഞാൻ മറുപടി പറയാൻ തോന്നുന്നു. മറുപടിയല്ല, സത്യത്തിൽ എനിക്ക് ചിരി വന്നുപോയി. സജീവ് ജോസഫ് സ്വന്തം പാർട്ടിയെക്കുറിച്ചാണ് ഇത്രയും നേരെ ഇവിടെ വിശദീകരിച്ചത്. ഫണ്ട് മുക്കുന്ന കാര്യത്തിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഇവിടെ വന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് CPMൻ്റെ ഫണ്ട് കവർച്ചയെക്കുറിച്ച് ദീർഘമായി പ്രഭാഷണം നടത്തുന്നു. ഇതുപോലുള്ള ഒരു വിരോധാഭാസം ഉണ്ടോ? അല്ല പ്രിയ സുഹൃത്തെ സജീവ് ജോസഫ്, ഞാൻ പറയാം, ഈ നമ്മളെ കണ്ണൂരിൽ നടന്ന, നമ്മളെല്ലാം ജീവിക്കുന്ന കണ്ണൂരിൽ നടന്ന ഒരു സംഭവം, കെ കരുണാകരൻ പഠിച്ച ഒരു സ്കൂളാണ് ചിറക്കൽ രാജാസ് ഹൈസ്കൂള്. ആ രാജാസ് ഹൈസ്കൂള് കെ കരുണാകരൻ സ്മാരകമാക്കണമെന്ന് പറഞ്ഞിട്ട് കെ സുധാകരൻ MPയുടെ നേതൃത്വത്തിൽ എത്ര കോടി പിരിച്ചു? അതിന് വല്ല കണക്കുണ്ടോ? നിങ്ങളെ പാർട്ടിയിൽ വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ കോടികൾ തട്ടി ഒരു കലയാക്കി, അഴിമതിയും ഫണ്ട് മുക്കലും ഒരു കലയാക്കി മാറ്റിയ ഒരു പാർട്ടിയുടെ നേതാവ് വന്നിട്ട് ഇങ്ങനെ ഗിരിപ്രഭാഷണം നടത്തുകയാണ്. മാത്രമല്ല, രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂരിൽ ഇപ്പം പരാമർശിക്കപ്പെട്ടു. പയ്യന്നൂരിൽ KSU യൂത്ത് കോൺഗ്രസ് ഒരു നേതാവ് സജിത്ത് ലാൽ, ആ സജിത്ത് ലാലിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ട് പിരിച്ച ഫണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് സജിത്ത് ലാലിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനന്ന് ദേശാഭിമാനിയുടെ റിപ്പോർട്ടായിരുന്നു. ആ പണം അവരെ അപഹരിച്ചു, എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് വയനാട്ടിലെ ജനങ്ങളെ ദുരിതബാധിതരെ സഹായിക്കാനെന്ന് പറഞ്ഞ് പിരിച്ച ഫണ്ട്. യൂത്ത് കോൺഗ്രസ് പിരിച്ചു, കോൺഗ്രസ് പിരിച്ചു. ആ ഫണ്ടൊക്കെ ഇപ്പോൾ എവിടെ? അങ്ങനെ ഈ അഴിമതിയിലും ഫണ്ട് മുക്കലിലും ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ച ഒരു പാർട്ടിയുടെ നേതാവ് ഈ ചാനലിൽ വന്നിട്ട് CPMൻ്റെ ഫണ്ട് പിരിവിനെ അപഹസിക്കുന്നു. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിണറായി പറഞ്ഞ് ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങളെ കോൺഗ്രസിലെ രീതിയല്ല CPMൽ. പാർട്ടി സംഘടനാടിസ്ഥാനത്തിൽ പിരിച്ച തുകക്ക് കണക്കുണ്ടാവും, അത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ അംഗീകരിക്കും. സാധാരണ പാർട്ടി അത് കഴിഞ്ഞ ദിവസം കെ രാഗേഷ് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കും. ആ ഫണ്ട് പിരിച്ചത് ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റിയാണ് അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഒരു പബ്ലിക്കിൻ്റെ പൊതുജനങ്ങളുടെ ഇടയിൽ അതിൻ്റെ വരവ് ചെലവ് കണക്ക് കൊടുക്കുന്ന ഒരു രീതി CPMനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ കെ രാഗേഷ് പറഞ്ഞതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ CPMൻ്റെ ഔദ്യോഗിക വക്താവല്ല. പക്ഷേ അങ്ങ് ഔദ്യോഗിക വക്താവിനേക്കാൾ നന്നായി ന്യായീകരിക്കുന്നതുകൊണ്ട് അങ്ങ് കുറച്ചു കാര്യങ്ങൾ കൂടി വ്യക്തത തരണം. കാരണം അങ്ങ് പറഞ്ഞു ഈ പാർട്ടി ഒരു വ്യത്യസ്തമായ പാർട്ടിയാണ്. ആ വ്യത്യസ്തമായ പാർട്ടിയിൽ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ കുറ്റവാളി നിഷാദ്, അദ്ദേഹം പരോൾ ചട്ടം ലംഘിച്ചുകൊണ്ട് ആ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു.
അത് ഈ പാർട്ടിയിൽ മാത്രം നടക്കുന്നൊരു സംഭവമായിട്ടാണോ കാണേണ്ടത്? കാരണം പരോൾ അദ്ദേഹത്തിന് കിട്ടിയത് അച്ഛന് സുഖമില്ല, അനാരോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് പലതവണയായി പരോൾ വാങ്ങിയത്. ആ പരോൾ വാങ്ങിയ ശേഷം കർശനമായ പരോൾ വ്യവസ്ഥകൾ നിലനിൽക്കെയാണ് ഇയാൾ ഈ പ്രകടനത്തിൽ പങ്കെടുത്തത്. തന്റെ വീടിനടുത്തുള്ളവരല്ല, തനിക്ക് അറിയുന്നവരല്ല എന്ന് ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുമ്പോൾ ആ പ്രകടനത്തിൽ മുൻനിരയിലുണ്ടായിരുന്നയാളാണ് നിഷാദ്. അദ്ദേഹത്തിന്റെ യോഗ്യതയായി അദ്ദേഹം കൗൺസിലർ ആവുക കൂടി ചെയ്തിട്ടുണ്ട് ഈ 20 വർഷം തടവിന് ശേഷം. അപ്പോൾ അതാണോ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം? അതായത് ഈ നിയമവ്യവസ്ഥയോട് നിങ്ങൾക്ക് ഇത്രയും ബഹുമാനം ഉണ്ടെങ്കിൽ പറയേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അത്തരം സന്ദർഭത്തിൽ അങ്ങനെ ഒരു നിയമവ്യവസ്ഥയോട് ബഹുമാനമൊന്നും താങ്കളൊന്നും കാണിച്ചിട്ട് നമുക്ക് ബോധ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞികൃഷ്ണൻ ഇവിടെ വെളിപ്പെടുത്തി, പരോളിൽ ഇറങ്ങിയ പ്രതി എങ്ങനെയാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുക? ഒരു ചോദ്യത്തെ സാധ്യമാവുക ഭരണപക്ഷ പാർട്ടിക്ക് മാത്രം സാധ്യമാകുന്നതാണോ? പരോളിലിറങ്ങിയ പ്രതി അതിൽ പങ്കെടുത്തോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ എന്ന് പറയാൻ 10 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പ്രതിഷേധം വീടിന് മുന്നിലെ പ്രതിഷേധത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പരോളിൽ ഇറങ്ങി അതിനുശേഷം ഇന്നലെ വൈകിട്ട് ജയിലിലേക്ക് തിരിച്ചുപോയ ആളാണ്. അതെങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് ചോദിക്കുന്നത്. അതെ, അതിന് നിയമ നടപടി സ്വീകരിച്ചോട്ടെ. ഞാൻ ചോദിച്ചത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇളവ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ചിലർക്ക് മാത്രം സാധിക്കുന്നത്? എങ്ങനെയാണ്? ഇപ്പോൾ TP കേസിലെ പ്രതികൾക്ക് നിരന്തരം ഇളവുകൾ കിട്ടുകയും പരോൾ ലഭിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒഞ്ചിയത്തിന്റെ ആവർത്തനമാണ് എന്ന സംശയം KK രമ പറയുന്നത്. അതിലൊരു ഉദാഹരണമാണിത്. TP കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് കൊലക്കേസിലെ അല്ല മറ്റ് പല കേസുകളിലെ പ്രതികൾക്ക് ന്യായമായ നിയമപരമായിട്ടുള്ള പരോളും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. പക്ഷേ നിങ്ങൾ TP കേസിലെ പ്രതി ഇതാ പുറത്ത് എല്ലാ പാത്രങ്ങളും അത് പിന്നാലെ നിയമപരമായി കിട്ടുന്ന എല്ലാ തടുപാറും കിട്ടും. നിയമപരമായിട്ട് അത് പാർട്ടി അതായത് CPM അംഗങ്ങളായ പ്രതികൾക്ക് പരോൾ കൊടുക്കാൻ പാർട്ടി കമ്മിറ്റി അല്ല തീരുമാനിക്കുന്നത്, ബന്ധപ്പെട്ട കോടതിയും കാര്യങ്ങളാണ്. അതിലിപ്പോൾ എന്താണ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രദേശത്തെ വിവരങ്ങളുണ്ടല്ലോ, ഇതിനകം തന്നെ കേരളം ചർച്ച ചെയ്തതാണല്ലോ. അങ്ങ് ആ പ്രദേശത്തെ കൂടി അറിയുന്ന ആളാണല്ലോ. അല്ല, നിരവധി കേസിൽ ജയിലിൽ ദീർഘകാലം ജയിലിൽ കഴിയുന്ന ഒരുപാട് പ്രതികൾക്ക് നിയമപരമായി കിട്ടേണ്ട പരോളൊക്കെ കിട്ടുന്നുണ്ട്, പുറത്തിറക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ വാർത്തയാക്കുന്നില്ല. TP കേസ് പ്രതികൾക്ക് ജാമ്യം പരോള് കിട്ടുന്നത് മാത്രം നിങ്ങൾ വാർത്തയാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഈ കേസിലെ എനക്കറിയില്ല, അദ്ദേഹം ഈ പ്രകടനത്തിൽ പങ്കെടുത്തു. പക്ഷേ അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്തെ പാർട്ടി ആകെ വഞ്ചിച്ച് ഇത്രയും 19 വർഷക്കാലം പാർട്ടി സംരക്ഷിച്ച അല്ലെ പാർട്ടി വളർത്തിയ ഒരാൾ പാർട്ടിയെ വഞ്ചിച്ച് എതിർപക്ഷത്തിൻ്റെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവും. ന്യായമായ വൈകാരികമായ ഒരു പ്രതിഷേധം. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അല്ല, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി ഫണ്ട് പിരിവിൽ പാർട്ടി പറഞ്ഞ ചില ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒരാൾ നിന്ന് 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ പിരിക്കുന്ന രീതി, അത് പാർട്ടി തന്നെ അതിനെ വിലക്കിക്കൊണ്ട് നൽകിയിരിക്കുന്ന കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അത് പാർട്ടി വിരുദ്ധമായ സമീപനമല്ലേ? അത് കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. എനിക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞികൃഷ്ണൻ അതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ രേഖകൾ കീഴ്ഘടകങ്ങൾക്ക് റിപ്പോർട്ട്, ജില്ലാ കമ്മിറ്റി നൽകിയ ഉത്തരവ്, നിർദ്ദേശത്തിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതെങ്ങനെയാ ശരിയാവുക? അതെങ്ങനെയാ ശരിയാവുക ശ്രീദാസ്? എനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളെ ഞാൻ പറയാം. അങ്ങയുടെ ബോധ്യം പിന്നെ എന്താണ്? അങ്ങയുടെ ബോധ്യം ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ ഒരു കോടാലിക്കൈയായി എന്ന ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനമായി പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്കകത്ത് നടന്നിരിക്കുന്ന പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ പാർട്ടിയോട് ചൂണ്ടിക്കാണിച്ചു എന്നതാണോ അദ്ദേഹത്തിന്റെ തെറ്റ്?
എൻ്റെ ബോധ്യം ഞാൻ പറയാം. അതായത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കെ രാഗേഷ് പറഞ്ഞു 2000 ഒരു 4 വർഷം മുമ്പ് പാർട്ടി ചർച്ച ചെയ്ത് കൺക്ലൂഡ് ചെയ്ത ഒരു വിഷയം എങ്ങനെ കൺക്ലൂഡ് ചെയ്തു? ഇപ്പം പുറത്തെടുക്കാനുള്ള ഒരു കാരണം കെ രാഗേഷ് പറഞ്ഞതിനപ്പുറം അല്ല, എങ്ങനെ കൺക്ലൂഡ് ചെയ്തു? അതായത് ഒരു പ്രശ്നം, ഒരു വിഷയം, അതായത് പാർട്ടി കമ്മിറ്റിയിൽ കൺക്ലൂഡ് ചെയ്തത് അന്വേഷിച്ച് അതിന്റെ വ്യക്തമായ ഒരു ധാരണയോട് കൂടിയാണ് പിരിഞ്ഞത്. എന്ത് ധാരണ? ഒരു വിഷയം ഒരു പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടാൽ നിരന്തരം നടന്നു എന്ന് പറയുമ്പോൾ അത് സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക? പണാപഹരണം നടന്നു എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടില്ല. നോക്കൂ, കുഞ്ഞികൃഷ്ണൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടോ ഏതെങ്കിലും നിങ്ങൾ ഞാൻ പറയട്ടെ, നിയോഗിച്ച ഓഡിറ്റർ ആയിരുന്നില്ലേ അല്ലേ? ഓഡിറ്ററായത് പിന്നെ ഈ സഹകരണ ഓഡിറ്ററും അല്ലെങ്കിൽ സഹകരണത്തെ ബാങ്കിലെ ഫണ്ട് പിന്നെ അക്കൗണ്ട് ചെയ്യുന്ന രീതിയല്ല പാർട്ടിയിലെ സംഘടന പിന്നെ ഫണ്ട് ചെയ്യുക. അദ്ദേഹത്തിന് ആദ്യം ബോധ്യപ്പെടണം. അയാൾ 50 വർഷക്കാലത്തെ പാർട്ടിയുടെ അനുഭവമുള്ള ആളല്ലേ. ഇപ്പം എന്താ ഈ പ്രശ്നം? പാർട്ടി അക്കൗണ്ടിങ്ങിലെ ഒരു പ്രശ്നം ഇപ്പോൾ ഉന്നയിക്കാൻ കാരണം എന്താ? ഈ 5-6 മാസം ഈ അടുത്ത പിന്നെ കാലമായിട്ട് അതിന് മുമ്പ് ഇയാൾ ഒരു പ്രതിഷേധം ഉന്നയിച്ചിട്ടില്ലേ? ഇദ്ദേഹം പിന്നെ പറയുന്നു റിസീറ്റ് ഒറ്റയ്ക്ക് പോയി ഫണ്ട് പിരിക്കുന്നത് തെറ്റാണ്. ഇദ്ദേഹം പ്രവർത്തിച്ച ഇത്രയും കാലയളവിൽ ഇതൊന്നും ഇല്ലാത്തൊരു കാര്യം ഇപ്പോൾ ഉന്നയിക്കാൻ കാരണം എന്താണ്? ഇതിനു മുമ്പ് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം കമ്മിറ്റിയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഈ 2-3 മാസക്കാലം, അതായത് ഞാൻ ഇത്രയും കാലം അദ്ദേഹം പാർട്ടിയിൽ വന്ന മുതൽ ഇതുവരെ ഫണ്ട് സ്വീകരണം സംബന്ധിച്ചുള്ള തന്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ ഏതാനും ആഴ്ചകളാണ് ഈ പ്രശ്നം വീണ്ടും വന്നത്. നമ്മളൊക്കെ കേട്ടത് അതാണ്. പലതവണയായി പാർട്ടിക്കകത്ത് പറഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് വേദവാക്യാവാം. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെല്ലാം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് പൊതുവിൽ മാധ്യമങ്ങൾ കണ്ടുവരുന്നത്. പക്ഷേ ഞാനിതൊരു കാര്യം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഈ സമയം ഈ വിഷയം വീണ്ടും ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് RSSുമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ പിന്നിലുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അത് കെ രാഗേഷ് പറഞ്ഞതല്ല, പുതിയ ആർക്ക്. അന്ന് ഈ ധനരാജ് വധക്കേസിൻ്റെ ആ കേസ് 10ാമത്തെ വർഷമാണ്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് CK പ്രമുഖനായ അഭിഭാഷകൻ CK ശ്രീധരൻ അവിടെ ഹാജരാകുന്നുണ്ട്. ആ കേസ് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിസ്തരിച്ചു, അമ്മയെ വിസ്തരിച്ചു, അവരെല്ലാം ദൃക്സാക്ഷികളാണ്. ആ കേസിൽ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഒരു പുതിയ ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം BJPയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞത് CPMകാർ തന്നെയാണ് ധനരാജനെ കൊലപ്പെടുത്തിയെന്നാണ്. TA മസൂദനൻ്റെ ആളുകളാണ് കൊലപ്പെടുത്തിയതെന്നാണ്. മാത്രമല്ല നാളെ MLAയുടെ ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് നടത്തുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമല്ലേ? നിങ്ങൾ ആ രക്തസാക്ഷിയുടെ കുടുംബത്തോട് എത്രത്തോളം നീതി കാണിച്ചു എന്നുള്ള ചോദ്യം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയരുമ്പോൾ അത് ഉറപ്പായിട്ടും പുറത്തുള്ള രാഷ്ട്രീയക്കാർ, പ്രതിപക്ഷ പാർട്ടികൾ അത് ആയുധമാക്കും. അതിനൊക്കെ എങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ ഉത്തരവാദിയാവുക? പക്ഷേ അല്ലല്ല, ധനരാജന്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആടത്തെ പാർട്ടി പ്രവർത്തകർക്കോ ഒരു പരാതിയുമില്ല. ഒരു പരാതി ഉന്നയിച്ചില്ല, അവരെ സംരക്ഷിച്ചില്ല എന്നുള്ള പരാതിയില്ല. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പാർട്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറ്റെല്ലാ രക്തസാക്ഷികൾ കിട്ടുന്ന അതേ ബഹുമതിയും അതേ സംരക്ഷണവും പാർട്ടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ കുടുംബത്തിന് പരാതിയില്ല. അവരെ ഭാര്യ പരാതിപ്പെട്ടോ നിങ്ങളോട്? അല്ലെ പിന്നെ കുഞ്ഞുകൃഷ്ണനോട് പരാതിപ്പെട്ടോ? പക്ഷെ ഇത് വൻ ഗൂഢാലോചന. വയോധികൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഒരു കുടുംബം വന്ന് പ്രതികരിക്കാൻ പോവുക? അങ്ങനെ പ്രതികരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മുന്നിലുണ്ടല്ലോ. BJP ഞാൻ എൻ്റെ പോയിന്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. അതായത് ആദ്യം ഈ വിഷയം കുഞ്ഞുകൃഷ്ണൻ ഉന്നയിച്ചത് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള ചാനലാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന BJPക്കാരാണ്. BJPക്കാരായ പ്രതികൾക്ക് അവർക്ക് ഈ പിന്നെ പ്രതിഭാഗം കോടതിയിൽ വാദിക്കാൻ വേണ്ടുന്ന ആയുധങ്ങളാണ് ഇപ്പോൾ കുഞ്ഞുകൃഷ്ണൻ ദിവസേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, കോടതിയിൽ പ്രതിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റ് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും.
അങ്ങനെ BJP ആയിട്ട് വലിയ ഗൂഢാലോചന ഈ സമയം തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, അത് അങ്ങയുടെ വിശ്വാസം. എത്താം ചർച്ചയിലേക്ക്. ശ്രീ NV ബാലകൃഷ്ണൻ, ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ, അതിൻ്റെ ഓരോ വിവരങ്ങളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുസ്തകം കൂടി പുറത്തിറങ്ങാനിരിക്കുന്നു. എന്താണ് നിങ്ങൾ ആശങ്കപ്പെടുന്നത് ഈ കാര്യത്തിൽ? ഇപ്പോൾ KK രമയുടെ പ്രതികരണം രാവിലെ കേട്ടു, ഒഞ്ചിയത്തിൻ്റെ ഒരു തുടർച്ച ആശങ്കപ്പെടുന്നു എന്ന്. സ്മൃതി, എനിക്കൊരല്പം സമയം തരണം. ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരർത്ഥത്തിൽ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള രാധാകൃഷ്ണൻ പട്ടാനൂർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. രാധാകൃഷ്ണൻ പട്ടാനൂരുമായിട്ടൊരു അകന്ന ബന്ധം അല്ലെങ്കിൽ ഒരു പരിചയം എനിക്കുണ്ട്. ഞാൻ ദേശാഭിമാനിയുടെ കോഴിക്കോട് കൊയിലാണ്ടി ലേഖകനായിരുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂർ ദേശാഭിമാനിയിലുണ്ട്. അദ്ദേഹം ദേശാഭിമാനിയിൽ നിന്ന് പുറത്തു പോയി വേറൊരു പത്രത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ദേശാഭിമാനിയിൽ നിന്ന് പുറത്തു പോകാനിടയായിട്ടുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. അന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാടൊക്കെ ഉണ്ട്. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അന്ന് ഈ രാധാകൃഷ്ണൻ പട്ടാനൂർ എന്ന് പറയുന്ന ആൾ വലിയ പാർട്ടി വിരുദ്ധനായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതിൻ്റെ ഭാഗമായി ദേശാഭിമാനിയിൽ നിന്നൊക്കെ പുറത്തു പോകേണ്ടി വന്നു ഒക്കെ വന്ന ഒരാളാണ്. അന്ന് പക്ഷേ രാധാകൃഷ്ണൻ ചെയ്തതൊക്കെ വളരെ വലിയ കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ നൈതികതയ്ക്ക് വേണ്ടി നിന്നതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിലപാട് സ്വീകരിക്കുന്നവരൊക്കെ പാർട്ടിയെ വഞ്ചിക്കുന്നവരാണ്, ഒറ്റുകൊടുക്കുന്നവരാണ്, പാർട്ടിയുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്നവരാണ്, വർഗവഞ്ചകരാണെന്നൊക്കെയാണ്. അതായത് തൻ്റെ അവസരത്തിന് വേണ്ടി കാര്യങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ മിനിമമായ ഭാഷയിൽ പറഞ്ഞ ഒരു മാന്യമായ പ്രവൃത്തിയല്ല. ഞാൻ മറ്റു കാര്യങ്ങൾ അതിലേക്ക് പോകുന്നില്ല. ഇനി അദ്ദേഹം ഉന്നയിച്ച ചില പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാമല്ലോ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. രാധാകൃഷ്ണൻ, ഞങ്ങളിതൊക്കെ പുറത്തിരുന്ന് കേട്ടോണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. ആ കേട്ടോണ്ടിരിക്കുന്നതിൽ എന്ത് മറുപടിയാണ് രാകേഷ് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് ഒരു പൈസയുടെ തിരിമറിയും നടന്നിട്ടില്ല, ഒരു പൈസയും ആരും വെട്ടിച്ചിട്ടില്ല. അങ്ങനെ ഒരു അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനാവേണ്ടത് അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതല്ലാതെ ഒരു ഉന്നയിച്ച ഒരു ആരോപണത്തിനുള്ള വിശദീകരണമല്ല. കുഞ്ഞികൃഷ്ണൻ സഖാവ് വളരെ കൃത്യമായി എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ നടന്നത് എന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് എങ്ങനെയാണ് വെട്ടിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 29.4 ലക്ഷം ഉറുപ്പികയ്ക്ക് ഒരു വീട് എടുത്തിട്ട് 34.4 ലക്ഷം, അതായത് 5 ലക്ഷം ഉറുപ്പികയുടെ അധികം വെച്ചിട്ടുള്ളൊരു ബില്ല് എഴുതിയതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയല്ല എന്ന് രാധാകൃഷ്ണൻ പട്ടാനൂരോ രാകേഷോ പറഞ്ഞിട്ടില്ല. അതുപോലെ ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ ഞാൻ പലതവണയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് അതിന് മാത്രം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലോരോ വിശദാംശങ്ങളെ പോകുന്നില്ല. സ്മൃതി അനുവദിക്കുകയാണെങ്കിൽ ഓരോന്നും എനിക്ക് കൃത്യമായിട്ട് പറയാനും പറ്റും. അപ്പോൾ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. അതിന് പകരം മുട്ടാപ്പോക്കുകൾ പറയുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക, വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഭയപ്പെടുത്താൻ നോക്കുക, ഇതൊക്കെയല്ലാതെ ഉന്നയിച്ച പ്രശ്നത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. രാധാകൃഷ്ണൻ പട്ടാനൂർ ഇപ്പോൾ പറഞ്ഞോ, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 20 റെസീറ്റ് ഉപയോഗിച്ച് 23.4 ലക്ഷം ഉറുപ്പിക പിരിച്ചതായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുമ്പിലുള്ള കണക്ക്, നമ്മുടെ മുമ്പിലുള്ള കണക്ക്, പുറത്തു വന്ന കണക്ക്. ഇന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ പയ്യന്നൂരിൽ നിന്ന് പുറത്തു വന്നാണ്. ഒരുപാട് പയ്യന്നൂരിലെ വാർത്താ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 20 പേരിൽ നിന്ന് 23.4 ലക്ഷം ഉറുപ്പിക പിരിച്ചു. അതിനർത്ഥം ഒരാളിൽ നിന്ന് 1 ലക്ഷത്തിലധികം ഉറുപ്പിക പിരിച്ചു. രാധാകൃഷ്ണൻ പാർട്ടിക്കാരനാണെന്നാണല്ലോ പറയുന്നത്. ഒരു പാർട്ടി സഖാവിന് അങ്ങനെ പിരിക്കാൻ അനുമതിയുണ്ടോ? അല്ല, ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രത്യേക അവകാശമുള്ളവരും അങ്ങനെ അവകാശമില്ലാത്ത കീഴാളരും അങ്ങനെ പാർട്ടിക്കകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇത് പിരിച്ച ആളുകൾ ഗുരുതരമായ തെറ്റ് കാണിച്ചിട്ടുണ്ട്, അവർക്കെതിരായി നടപടി സ്വീകരിക്കണം. അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചായിട്ട് നിങ്ങൾ പറയുന്നുണ്ടോ? അതായത് നടന്നത് മുഴുവൻ വഴിവിട്ട പ്രവർത്തനമാണെന്ന് തലയിൽ ആൾപ്പാർപ്പുള്ള ഏതു മനുഷ്യനും കൃത്യമായിട്ട് അറിയാം. അതിനെ വീണ്ടും വീണ്ടും സാധൂകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നത് വസ്തുതാപരമായ കാര്യമല്ല. പിന്നെ പാർട്ടി രീതിയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം. പാർട്ടി രീതി എന്ന് പറഞ്ഞാൽ പാർട്ടി പണം പിരിക്കും, കമ്മിറ്റി അംഗീകരിക്കും. അങ്ങ് പണം പിരിച്ചിട്ടുണ്ടോ, കമ്മിറ്റിക്കകത്ത് ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദീർഘകാലം പണം പിരിക്കുകയും കമ്മിറ്റിക്കകത്ത് ഇരിക്കുകയും ചെയ്ത ആളാണ്. പാർട്ടി പിരിച്ച പണം ദേശാഭിമാനി പത്രത്തിലൂടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങേക്ക് എത്ര വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്ന കാര്യത്തിന് ഇന്നെന്ന രൂപത്തിൽ പണം പിരിച്ചു, ഇന്നത് വരവ്, ഇന്നത് ചെലവ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബാധ്യസ്ഥരല്ലേ? നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ബാധ്യത, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു പരിശോധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ലെങ്കിൽ
പിന്നെ എന്ത് മാനവികതയെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസാരിക്കുന്നത്? ആരുടെ മുമ്പിലാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ടത്? ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനുള്ള ഒരു ബാധ്യതയും ഇല്ല എന്ന് യാതൊരു ഉളുപ്പും ഇല്ലാതെ ഒരു ചാനലിൽ നിന്ന് ജില്ലാ സെക്രട്ടറി പറയുക, അത് തന്നെ രാധാകൃഷ്ണൻ പട്ടാനൂർ ഏറ്റു പറഞ്ഞാൽ, അതൊക്കെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ജനാധിപത്യ ബോധമുള്ള സാമാന്യമായ വിവരമുള്ള മനുഷ്യർ അംഗീകരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതെന്തൊരു അസംബന്ധമാണ് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അതിന് അദ്ദേഹം കണ്ടുപിടിക്കുന്ന മറ്റൊരു ന്യായീകരണം എന്താണ്? അപ്പുറത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ MLA പറഞ്ഞത് അയാൾ ഫണ്ട് പിരിച്ച് മുക്കുന്ന പാർട്ടിയാണ്. ഞാൻ ഈ കേരളത്തിലെ ഫണ്ട് പിരിച്ച് മുക്കുന്നതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ കോൺഗ്രസിന് ഫണ്ട് പിരിക്കുന്ന പാരമ്പര്യമില്ല എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്നാൽ പിന്നെ രാധാകൃഷ്ണൻ പട്ടാനൂരിനെ കോൺഗ്രസിലെങ്കിൽ ചേർന്നാൽ പോരെ? കോൺഗ്രസിന് മുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മുക്കുന്നതാണെന്നാണോ പറയാൻ പറ്റുന്നത്? അത് അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ അതാണ് യോഗ്യത ആർക്കും ഉണ്ട്. ഏത് ഇന്ത്യൻ പൗരനും ചോദിക്കാൻ അവകാശമുണ്ട്, അത് ചോദിക്കാം. ഞാൻ പറയുന്ന പ്രശ്നം എന്താണ്? കോൺഗ്രസ്സുകാർ മുക്കിയതിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മുക്കാൻ അവകാശമുണ്ട് എന്നുള്ള രൂപത്തിൽ അതിനെ സാധൂകരിച്ചു പോകാൻ പാടില്ല. കാരണം ഇത് പ്രത്യേകമായ ഒരു പാർട്ടിയാണ്. രാധാകൃഷ്ണൻ പട്ടാനൂർ എത്ര മനസ്സിലാക്കുന്നു എനിക്കറിയാം. ഇത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ചോരയിലും നീരിലും ഉണ്ടായി വന്നൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള കൊള്ളരുതായ്മകളും വൃത്തികേടുകളും ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ വൃത്തികേട് ചെയ്താൽ ചോദിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമായൊരു നടപടിയാണ്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നു, പാർട്ടി വളർത്തി, പാർട്ടി സ്ഥാനം കൊടുത്ത് ഒക്കെയുള്ള ആളുകൾ പാർട്ടിയെ വഞ്ചിക്കുക. എന്താണ് പാർട്ടി ജോലി കൊടുത്ത് പാർട്ടി വളർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് പുറത്തു പോകുന്നവർക്കെതിരായി സ്ഥിരമായി പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടി വളർത്തുക, ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ പാർട്ടിയിൽ വന്ന് ഏതെങ്കിലും തരത്തിൽ ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ MLA ആയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടി, ബാങ്കിൽ ഒരു ജോലി കിട്ടി, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും നിങ്ങൾ അംഗീകരിച്ചോളാം. പിന്നെ നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എന്തൊരു ഫ്യൂഡൽ കൺസെപ്റ്റാണ് രാധാകൃഷ്ണൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പാർട്ടിക്കകത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേഡറിന് പാർട്ടി ഒരു ജോലി കൊടുത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലാക്കി ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നീട് അയാൾ പാർട്ടിയുടെ ഒരു കൊള്ളരുതായ്മകളെക്കുറിച്ചും സംസാരിക്കാതെ പാർട്ടി അടിമയായി ജീവിതകാലം മുഴുവൻ ജീവിച്ചോളണം എന്ന് പറയുന്നതിൽ പരം അസംബന്ധം വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? സ്മൃതി, എനിക്ക് 1-2 കാര്യം കൊണ്ട് പറയാനുണ്ട്. എനിക്ക് അതിനുകൂടി അവസരം തരുമെന്ന് പറയാണ്. പിന്നെ 4 വർഷം മുമ്പ് പാർട്ടി ഈ കണക്കുകൾ പരിശോധിച്ച് അംഗീകരിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് CPM എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഏത് കണക്കും പരിശോധിക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനത്തിന് അക്കൗണ്ടിങ് സമ്പ്രദായ അവകാശമുണ്ട്. കോടതി പലപ്പോഴും അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേണ്ട കാര്യമില്ല. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണോ തെറ്റ് അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞതാണോ തെറ്റ് നമുക്ക് പരിശോധിക്കാൻ മാർഗമുണ്ടല്ലോ. ഇത് വെറും കണക്കല്ലേ? പാർട്ടിയുടെ ഔദ്യോഗിക രേഖകളോ മിനിറ്റ്സോ മറ്റേതെങ്കിലും തരത്തിലുള്ള നയനിലപാടുകളോ അല്ലെങ്കിൽ പാർട്ടിയുടെ രഹസ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമുക്ക് പുറത്ത് നൽകാതെ തന്നെ കണക്ക് എന്ന് പറയുന്നത് ഇത്ര റുപ്യ പിരിച്ചു, ഇത്ര റുപ്യ ചെലവഴിച്ചു, ഇങ്ങനെ ചെലവഴിച്ചു എന്നുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ്, അരിത്തമാറ്റിക്സ് ആണ്. അതൊരാൾ പരിശോധിക്കുന്നതിന് എന്താ പറ്റും? കുഞ്ഞികൃഷ്ണനെ പോലൊരു സഖാവ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? മൂന്നാമതൊരു കക്ഷി അത് പരിശോധിച്ചിട്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് തെറ്റാണ്, KK രാഗേഷ് പറഞ്ഞാണ് ശരി എന്ന് വളരെ കൃത്യമായി ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ല നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അവിടെ നമ്മളിങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ ഇത് കമ്മിറ്റി പരിശോധിച്ചാൽ മതി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്, ഒളിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള വാദങ്ങൾ നമ്മുടെ ഇതിനു മുമ്പിൽ ഇനി കൊണ്ടുവരാൻ പാടില്ല. ശരി, ഞാൻ ശ്രീ സജീവ് ജോസഫിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സജീവ് ജോസഫ്, അങ്ങേക്ക് മറുപടി നൽകാം. ഇപ്പോൾ കോൺഗ്രസിന് ഇതൊന്നും പറയാൻ അർഹതയില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്തായാലും കോൺഗ്രസിലേക്ക് വരുന്നില്ല, കോൺഗ്രസ് എന്നല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകുന്നില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അപ്പോൾ കോൺഗ്രസ് എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇടപെടുന്നത് എന്നാണ് CPM ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്. ഇത് ചോദിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ പട്ടനൂരും അങ്ങേക്ക് മറുപടി നൽകാം. സ്മൃതി, വളരെ വിചിത്രമായ ഒരു വാദമാണ് ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണൻ
അദ്ദേഹത്തിനെ നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. അദ്ദേഹം CPM എന്ന് തന്നെ പേര് വെച്ച് നിങ്ങൾ അദ്ദേഹത്തിന് ആ സ്റ്റാറ്റസിൽ തന്നെ അദ്ദേഹത്തെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ അനുവദിക്കുക. അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഒരു നിഷ്പക്ഷമായ ഒരു നിരീക്ഷണമാണ്. സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ കാണികൾ നമ്മൾ ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ CPM-ന്റെ അഴിമതിയെയും അക്രമത്തെയും ന്യായീകരിക്കുന്ന ഈ സമീപനം പാർട്ടിയുടെ മാത്രം CPM-ന്റെ നേതൃത്വത്തിന് പോലും ബോധ്യപ്പെടുന്ന കാര്യമല്ല. കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ CPM-നെതിരെ പ്രതിഷേധിച്ചാൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവരെ അടിച്ചമർത്തുക എന്ന ഈ സമീപനം, ഇത് ഏത് ലോകത്താണ് ഇവർ CPM ജീവിക്കുന്നത്? ഇവിടെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടു, അപ്പോൾ അതിലെ പ്രതികൾ ഇവിടെ ജയിലിൽ കിടക്കുന്നു. അവർക്കെതിരെ പോലും നടപടിയെടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കുന്നില്ല. മുൻ MLA-ക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളുകളെ അവർക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അവരാണ് ഇവിടെ ഇത് വിളിച്ചു പറഞ്ഞ ഇത്രയും വലിയ ഒരു ഗുരുതരമായ രക്തസാക്ഷി ഫണ്ട് പിരിച്ച് അതിൽ നിന്നും ഇവിടെ CPM അഡ്മിറ്റ് ചെയ്ത കാര്യം തന്നെ അതിന് മറുപടി പറയട്ടെ. അതിൽ നിന്നും 35 ലക്ഷം രൂപ പാർട്ടി ഓഫീസിന് വകമാറ്റി എന്നാണ് പറഞ്ഞത്. CPM തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് സംബന്ധിച്ച് വ്യക്തമായ കൃത്യമായ കണക്കാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി പറയാൻ ആ കണക്കൊക്കെ പുറത്തുവിടട്ടെ. കണക്ക് ഇവിടെ കോൺഗ്രസ് പാർട്ടി ചോദിക്കുന്നതല്ല, CPM-ന്റെ അണികളാണ് ചോദിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തെ പിന്തുണച്ച് ഇന്ന് പയ്യന്നൂരിൽ വലിയ പ്രകടനം നടന്നു. CPM-ന്റെ അനുഭാവികൾ ചോദിക്കുകയാണ്, നിങ്ങളെ കണക്ക് CPM-ന്റെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്ത്. അദ്ദേഹം ഒരു വിശ്വാസ്യതയില്ലാത്ത നേതാവാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ, നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അന്ന് മുതൽ നിങ്ങൾ കുലംകുത്തി, അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പോസ്റ്റ് വെച്ചിരിക്കുന്നത് കുലംകുത്തി എന്നാണ്. TP ചന്ദ്രശേഖരനെതിരെ നിങ്ങൾ പറഞ്ഞ വാക്കുകളും ഇതുതന്നെയാണ്. അതിന് പുറകെയാണ് അദ്ദേഹത്തെ കൊന്നത്, വെട്ടിനുറുക്കി കൊന്നത്. നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ, നിങ്ങൾക്കെതിരെ പറഞ്ഞാൽ, അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ കുലംകുത്തി എന്ന് പറയും, നിങ്ങളവരെ വെട്ടിയരിയും. അത് ഇനി ഇവിടെ ആവർത്തിക്കാതിരിക്കട്ടെ. അതൊന്നും ഇവിടെ കേരളത്തിൽ ഇനി നടപ്പിലാകാൻ പോകുന്നില്ല. ഇവിടെ ഏരിയ സെക്രട്ടറി സന്തോഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്തായിരുന്നു? പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇത് ആ പ്രതിഷേധം ഒരു സാമ്പിൾ വെടിക്കെട്ടാന്നാണ് പറഞ്ഞത്. ഇനി വരാനിരിക്കുന്ന വെടിക്കെട്ട് കാണാൻ പോകാമെന്നാണ് പറയുന്നത്. സ്വന്തം തടി കാക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതൊരു ജനാധിപത്യ പാർട്ടിക്ക് ഭൂഷണമാണോ? ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഏരിയ സെക്രട്ടറി ആരാണ്? കൊലപാതക കേസിലെ പ്രതിയാണ്. മുനിസിപ്പൽ ചെയർമാൻ ആരാണ്? കൊലപാതക കേസിലെ പ്രതിയാണ്. പയ്യന്നൂരിലെ ഓരോ നേതാക്കന്മാരുടെയും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിലെ ക്രിമിനൽ രാഷ്ട്രീയ പശ്ചാത്തലം അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദയവായിട്ട്. പയ്യന്നൂരിലെ എല്ലാ നേതാക്കന്മാരും ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കന്മാരാണ് CPM-ൻ്റേത്. ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഒഴിച്ച് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് പറയേണ്ടി വരും. ശരി, ശ്രീ പോറ്റി വളർത്തുക മാത്രമല്ല, അവരെ മഹത്വവൽക്കരിക്കുന്ന സമീപനമാണ്. രാധാകൃഷ്ണൻ പട്ടാനൂർ, TP ചന്ദ്രശേഖരൻ ജീവിതം രാഷ്ട്രീയം രക്തസാക്ഷിത്വം എന്നൊരു പുസ്തകത്തിന്റെ രചയിതാവാണല്ലോ അങ്ങേക്ക്. അപ്പോൾ ആ പുസ്തകം രചിച്ചത് തെറ്റായിപ്പോയി എന്ന് അങ്ങേക്കൊരു തോന്നലുണ്ടോ? അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് KK രമ, അദ്ദേഹത്തിന്റെ ഭാര്യ, അത് പറയുമ്പോൾ അങ്ങ് അത് പൂർണ്ണമായും തെറ്റാണ് എന്നാണോ ഇപ്പോൾ സമർത്ഥിക്കുന്നത്? അല്ല, ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ സ്മൃതി ശ്രമിക്കേണ്ട. അത് വേറെ നമുക്ക് വേറെ KK രമ MLA ഇന്ന് നടത്തിയ പ്രതികരണത്തോടാണ് വിഷയം മാറ്റണ്ട. വിഷയം അതാണ് വിഷയം. അല്ല, അത് KK രമയുടെ അതിന് ഞാനത് ബാധ്യസ്ഥല്ല. അങ്ങനെ പല പ്രസ്താവനക്കും പ്രതികരിക്കാൻ ഞാൻ ബാധ്യസ്ഥരല്ല. അതാണ് എന്റെ ഉത്തരവാദിത്തം. ഞാൻ ഇവിടെ പറഞ്ഞു പുസ്തകം ഇവിടെയുണ്ട്, പൊതുസമൂഹത്തിന് മുന്നിൽ പുസ്തകം നിൽക്കുകയാണ്. ഓരോ അവസരത്തിലും മാറി പറയും അവര്. അല്ല, അതിനെക്കുറിച്ച് അത് പിന്നെ നമുക്ക് ആ പുസ്തകത്തിനെ പറ്റി വേറെ ചർച്ച ചെയ്യാം. പക്ഷേ പിന്നീട് പറയാം. അത് വേറെ വിഷയമല്ല ശ്രീ രാധാകൃഷ്ണൻ. ഞാനത് ആവർത്തിച്ച് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അതായത് CPM രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഒരു ഉറുപ്പിക പോലും മിസ്യൂസ് ചെയ്യില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. ആ ചരിത്രം അങ്ങനെയാണ്.
രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം ദുരുപയോഗം ചെയ്ത ചരിത്രമാണ് കോൺഗ്രസിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പയ്യന്നൂരെ സജിത്ലാലിന്റെ അച്ഛൻ എന്നോട് നേരത്തെ പറഞ്ഞു. അങ്ങേക്ക് പാർട്ടിയുടേതായി വന്നിരിക്കുന്ന അപജയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീ രാധാകൃഷ്ണൻ പട്ടാനൂർ അങ്ങേക്ക് പുസ്തകത്തിൽ ശ്രീ സജീവ് ജോസഫ് ഒരു മിനിറ്റ്, കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള മറു ആരോപണമല്ല ശ്രീ രാധാകൃഷ്ണൻ ഞാൻ ചോദിക്കുന്ന, അങ്ങ് ടി.പിയുടെ രാഷ്ട്രീയ ജീവിതവും രക്തസാക്ഷിത്വവും അതിന് പിന്നിൽ അരങ്ങേറിയ ഗൂഢാലോചനകളും കേസന്വേഷണവും കോടതി വിധിയും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണല്ലോ ഇത്. അപ്പോൾ അതിലൊരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എന്നൊക്കെ അങ്ങ് വളരെ ബോധ്യത്തോടെ എഴുതിയ പുസ്തകം, ആ ഒരു ബോധ്യം തെറ്റായി പോയി എന്ന വിലയിരുത്തലേക്ക് അങ്ങ് ഇപ്പോൾ എത്തുന്നുണ്ടോ? അങ്ങിപ്പോൾ അങ്ങയുടെ മറ്റൊരു സ്റ്റേജിലാണ്, ജീവിതത്തിലെ മറ്റൊരു സ്റ്റേജിലേക്ക് അങ്ങ് എത്തിയിരിക്കുന്നത്. അതോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലല്ല, ഞാൻ വേറെ സ്റ്റേജിൽ അന്ന് എഴുതി തന്നെ അന്നത്തെ ബോധ്യവും അതിലൊന്നും ഞാൻ വാക്കും ഒന്നും തിരുത്താൻ തയ്യാറില്ല. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഒരു 15 കൊല്ലം മുമ്പ് ഇപ്പോഴത്തെ രക്തസാക്ഷി ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യത്തിൽ പാർട്ടി പ്രതിക്കൂട്ടിലല്ല, അതാണോ? ധനരാജ് വധത്തിലെ ധനരാജൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പിരിച്ച തുക ഒരു ഉറുപ്പിക പോലും മിസ്യൂസ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഓരോ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അതായത് രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഒരു പൈസയും ദുരുപയോഗം ചെയ്യില്ല, അവരെ കുടുംബത്തിന് കൊടുക്കും. എത്രയോ രക്തസാക്ഷികളുണ്ട്, സ്മൃതിക്കറിയാം, സ്മൃതി കുടുംബപരമായിട്ട് അന്വേഷിച്ചാൽ അറിയാം. അവരെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഒരു ഉറുപ്പിക പോലും ദുരുപയോഗം ചെയ്തിട്ടില്ല. പക്ഷേ ഈ വിഷയം കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത് പ്രത്യേക സാഹചര്യത്തിലാണ്. അത് ടി.ഐ. മസൂദിനുള്ള വ്യക്തിപരമായ വിരോധമാണ്. ശരി, അങ്ങ് ആ പുസ്തകം എഴുതിയ സാഹചര്യത്തിലായിരുന്നു ശ്രീ രാധാകൃഷ്ണൻ, അങ്ങേക്ക് ഉണ്ടാകുന്ന ബോധ്യം നല്ല ബോധ്യവും കുഞ്ഞികൃഷ്ണന്റെ തെറ്റായ ബോധ്യമാകുന്നത് എങ്ങനെയാണ്? അങ്ങ് ആ ബോധ്യത്തിൽ നിന്ന് ആ പുസ്തകം എഴുതുമ്പോൾ അങ്ങ് അതിൽ CPM എടുത്തിരിക്കുന്ന വാടക കൊലയാളികളുടെ സംഭവങ്ങൾ, കൊലക്കേസ് സാക്ഷികളെ കൂറുമാറ്റിയ CPM-കാരായ പ്രതികളെ രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ, ടി.പിയുടെ കുടുംബത്തെ സഹായിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കി 30-ലേറെ പാർട്ടി അംഗങ്ങളെ പുറത്താക്കിയ വിവരങ്ങൾ, തുറന്ന കാര്യമല്ലേ പറയുന്നത്? അങ്ങ് ഒരു നിലപാട് മാറ്റത്തിലേക്ക് വിശദീകരിക്കും. നിങ്ങൾ അത് ഇടപെട്ട് വിഷയം മാറ്റില്ല. നിങ്ങൾക്ക് ആരെ സംരക്ഷിക്കേണ്ടത്? വിഷയം അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളല്ല ഒരേ ക്ലാസ് പഠിച്ചല്ലേ. എന്നോട് കെ രമ പറഞ്ഞാൽ ഞാൻ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥരല്ല. അത് കഴിഞ്ഞ കാര്യം. ഇപ്പം എന്താ വിഷയം? ഇപ്പൊ പയ്യന്നൂര് ധനരാജ് വധവുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങേക്കുണ്ടായിരുന്ന ബോധ്യം അത് തെറ്റായ ബോധ്യമാണെന്ന തിരിച്ചറിവിലാണോ ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങ് മറ്റൊരു നിലപാടെടുക്കുന്നത്? അത് പറഞ്ഞ ക്ലിയറായി, അങ്ങൊന്ന് വ്യക്തത തന്നാൽ മതി. അല്ല, രക്തസാക്ഷി ഫണ്ടുമായി, അതായത് രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പിരിച്ച, ബഹുജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് ആ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഈ നാട്ടിൽ എല്ലാ ആളുകൾക്കും ബോധ്യമുണ്ട്. അതാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള വിശ്വാസം. പിന്നെ ബാലകൃഷ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഈ മിനിറ്റ്സും കണക്കെല്ലാം DCC ഓഫീസിൽ എത്തിക്കണം ഒരു ക്രോസ് പരിശോധനയ്ക്ക്. എന്തൊക്കെ അസംബന്ധം വിളിച്ചു പറയുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന് വരവ് ചെലവ് കണക്ക് കൊടുക്കും. അല്ലാതെ പാർട്ടിയുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി പിരിച്ച കണക്ക് ഒക്കെ നാട്ടുകാർക്ക്, പൊതുജനങ്ങൾക്ക് മുമ്പിൽ കണക്ക് എന്തൊക്കെ അസംബന്ധങ്ങളാണ് വിളിച്ചു പറയുന്നത്. പുസ്തകം സമർപ്പിച്ച ശേഷം അങ്ങിപ്പോൾ പുതിയൊരു ബോധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. അതങ്ങ് ഇപ്പോൾ ഈ ചർച്ചയിലൂടെ വെളിപ്പെടുത്തി തന്നതിൽ നന്ദി. അല്ല, അങ്ങ് ബോധ്യത്തിലേക്ക് വന്നല്ലോ, അതുകൊണ്ടാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങളെ സ്മൃതി, ഇത് നിങ്ങളൊരു രീതിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോൾ തടസ്സപ്പെടും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ടി.ഐ. മസൂദിനെക്കാളും വലിയ ആളുകൾ ഈ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ നടപടി സ്വീകരിച്ചു. ഞാൻ ഉദാഹരണം പറയാം. P. ഗോവിന്ദപിള്ള വലിയൊരു മനുഷ്യനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഒരു ചെറിയ ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. P. ഗോവിന്ദപിള്ളയുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. ചാത്തുണ്ണി മാസ്റ്റർക്ക്, NV ബാലകൃഷ്ണൻ അറിയാം, ചാത്തുണ്ണി മാസ്റ്റർക്ക് അതെന്തോ 25,000 രൂപ. പിന്നെ അത് ആദ്യം നിങ്ങൾ പരിശോധിച്ചോ. എന്നിട്ട് അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് അവരെല്ലാം മുമ്പിൽ ടി.ഐ. മസൂദൻ ആരാ? ടി.ഐ. മസൂദിനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക അപഹരണം നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പുറത്താക്കും. ഏത് ഉന്നതനായ പുറത്താക്കും. അതാണ് പാർട്ടി ഒരു വ്യത്യാസം. CPIM എന്ന പാർട്ടിയുടെ മുമ്പിൽ ടി.ഐ. മസൂദനെന്നോ ആരും അങ്ങനെ പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ലെന്ന്. പാർട്ടി മെമ്പർമാർക്കല്ല ഒരേ അവകാശം. പാർട്ടി ഭരണഘടന അനുസരിച്ചിട്ട്
ജനറൽ സെക്രട്ടറിക്കും പാർട്ടി അംഗത്തിനും ഒരേ പ്രിവിലേജാണ്, ഒരേ ഭരണഘടന അനുസരിച്ച് ഒരേ അവകാശമാണ്. അല്ലാതെ നിങ്ങളെ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായി നിർത്തണം. നിങ്ങൾക്ക് കോൺഗ്രസ് ഇപ്പം ഇപ്പം പറഞ്ഞല്ലോ സജീവ് ജോസഫ് പറഞ്ഞു ശബരിമല കേസിൽ ആരാണ് യഥാർത്ഥ പ്രതിയാവാൻ പോകുന്നത് ആ വിഷയത്തെ നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യണം. അത് നിങ്ങളെ ചാനലിലെ സ്മൃതി പരുത്തിക്കാടിനെയും ഇവരെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലെന്താ സംശയം? നിങ്ങളൊരു ഇപ്പൊ മൂന്നാളുകളുടെ ഞാൻ അപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ ഈ ചർച്ച കാണുന്നല്ലേ. അങ്ങ് ഇനി ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുക എന്നതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ പട്ടാനും അതാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രീ കുഞ്ഞികൃഷ്ണൻ ചുരുക്കി. മിണ്ടാതിരിക്കോ അദ്ദേഹത്തിന്റെ അവകാശം. കുഞ്ഞികൃഷ്ണൻ, ജനങ്ങളുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടാവും. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജനമാരാണ്? ജനങ്ങളുടെ ഭാഗത്തുള്ള ജനങ്ങൾ എന്ന് പറയുന്ന ഈ 10 പേർ മറ്റേ ഭീഷണിപ്പെടുത്താൻ വന്ന 10 പേരെയാണ് അങ്ങ് ജനമെന്ന് വിശേഷിപ്പിക്കുന്നത്. അവിടെ പ്രകടനം നടത്തിയും ജനമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ് ജനം എന്ന് പറഞ്ഞാൽ. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ജനം എന്ന് പറയുമ്പോൾ എന്നെ പറയാൻ അനുവദിക്കുക. ജനം എന്ന് പറയുമ്പോൾ പരോളിൽ ഇറങ്ങിയ ആളും ജനത്തിൽ പെടും. പരോളിൽ ഭീഷണിപ്പെടുത്തിയ ആളും വരും. ശ്രീ കുഞ്ഞികൃഷ്ണൻ, രാധാകൃഷ്ണൻ പറഞ്ഞത് ധനരാജ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ BJPയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഉന്നയിച്ചത് എന്നും അതുകൊണ്ട് BJP നേതാവിൻ്റെ ചാനലിൽ പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുമാണ്. ഏഷ്യാനെറ്റ് ചാനലിൽ പോകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങ് പറഞ്ഞു കഴിഞ്ഞതാണ്. വേണമെങ്കിൽ ആവർത്തിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു കേസ് വിചാരണക്ക് ഈ സാമ്പത്തിക വിഷയവുമായി എങ്ങനെയാണ് ബന്ധം വരിക? അന്നത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, വിചാരണയിൽ അവർ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രതികളെ ശിക്ഷിക്കണമോ വെറുതെ വിടണമോ എന്ന കാര്യങ്ങളെല്ലാം കോടതി തീരുമാനിക്കുന്നത്. ശരി, ഈ സാമ്പത്തിക വിഷയം ഒരു തരത്തിലും കോടതിയിൽ കേസിനെ ബാധിക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ ബാധിക്കും, എങ്ങനെ BJPയെ സഹായിക്കും എന്ന് രാധാകൃഷ്ണൻ സൂചിപ്പിച്ചാൽ മനസ്സിലാക്കാം. സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അടുത്ത ദിവസം അടുത്ത ദിവസം അങ്ങ് തന്നെ ഇരിക്കേണ്ടി വരും ഈ വിഷയം എടുക്കുകയാണെങ്കിൽ. വളരെ നന്ദി ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, ശ്രീ സജീവ് ജോസഫ്, ശ്രീ രാധാകൃഷ്ണൻ പട്ടാനൂർ, ശ്രീ NV ബാലകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.